ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിൽ 10,000 യൂണിറ്റ് കാറുകൾ വിറ്റഴിച്ചിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ BYD. ഇതോടെ BYDയെ യൂറോപ്പിലെ പോലെ ഇന്ത്യയിലും ജനം ഏറ്റെടുത്തു എന്ന് തെളിഞ്ഞു. ഈയിടെയാണ് BYD ടെസ്ലയെ വിൽപ്പനയിൽ യൂറോപ്പിൽ മറികടന്നത്. അട്ടോ 3, ഇമാക്സ് 7, സി ലൈൻ 7 എന്നിവയുൾപ്പെടെയുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ വാഹന വിപണിക്ക് പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ റോഡുകളിലെ സുഗമമായ പ്രകടനം, ബാറ്ററിയുടെ ഗുണമേന്മ തുടങ്ങിയവയെക്കുറിച്ച് വാഹന ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉള്ളത്. ഇന്ത്യയിലെ റോഡുകളിലെ ഡ്രൈവിൽ പ്രായോഗികമായവയും ആശ്രയിക്കാൻ കഴിയുന്നവയുമാണ് BYD മോഡലുകൾ. ദൈനംദിന ഉപയോഗത്തിന് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്ന മോഡലാണ് അട്ടോ 3. എന്നാൽ വാഹനത്തിന്റെ പെർഫോമൻസിൽ താല്പര്യമുള്ള ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ളതാണ് സീൽ. ഇമാക്സ് 7 മോഡലിലേക്ക് വന്നാൽ ഒരു കുടുംബത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്ഥലവും ശ്രേണിയും വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ പരിസ്ഥിതി സൗഹൃദ ഓപ്ഷനുകൾ ആഗ്രഹിക്കുന്നവർക്കുള്ള സി ലൈൻ 7 മോഡൽ ആഡംബര കാർ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ BYD പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ബ്രാൻഡാണ് അട്ടോ 2. ബ്രാൻഡ് സ്വീകാര്യതയ്ക്ക് സഹായിക്കുന്നതിന് ചെറിയൊരു പരീക്ഷണമാവും ഈ കാർ. ഏകദേശം 18 മുതൽ 22 ലക്ഷം വരെയാണ് എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ ഇത് നിരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ക്രെറ്റ EV, ടാറ്റ കർവ്, മഹീന്ദ്ര BE6 തുടങ്ങിയ നിലവിലെ വിപണിയിലെ രാജാക്കന്മാരോട് മത്സരിക്കാൻ തന്നെയാണ് BYD അട്ടോ 2വിനെ ഒരുക്കുന്നത്. വലിയ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വായു സഞ്ചാരമുള്ള സീറ്റുകൾ, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് തുടങ്ങിയ സവിശേഷതകൾ പ്രതീക്ഷിക്കുന്നവയാണ് BYDയുടെ അട്ടോ 2 മോഡലുകൾ. കാഴ്ചയിൽ ഒതുക്കമുള്ളവയും സുഖകരമായ സഞ്ചാരാനുഭവം നൽകുന്നതുമാണ് ഇത്.